മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. തമിഴിലും മലയാളത്തിലും ആണ് മണിപ്രവാളമെന്ന ശൈലിയും പേരും നിലനിർത്തപ്പെട്ടത്. തമിഴിൽ പണ്ഡിതന്മാരുടെ വിചിത്രവും കൗതുകകരവുമായ ഒരു സാഹിത്യാഭ്യാസം എന്നതിനപ്പുറമുള്ള പ്രാധാന്യം അത് നേടിയില്ല. മലയാളത്തിലാകട്ടെ വിനോദത്തിനും വിജ്ഞാനത്തിനും ഉള്ള ഒരു ഭാഷാമാധ്യമമായി അത് വികസിക്കുകയായിരുന്നു. അതിന് ലീലാതിലകം എന്ന പേരിൽ ഒരു ലക്ഷണ ഗ്രന്ഥം തന്നെയുണ്ടായി. മലയാളത്തിൻ്റെ വ്യാകരണ കാര്യങ്ങൾ ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടതും മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിലാണ്. മറ്റു ഭാഷകളിൽ നിന്ന് പദങ്ങൾ ധാരാളമായി കൈക്കൊള്ളുമ്പോഴും അത് സ്വഭാഷയുടെ വ്യാകരണത്തോടിണക്കി പ്രയോഗിക്കുക എന്ന നയമാണ് പൊതുവിൽ ഓരോ ഭാഷയും കൈക്കൊള്ളുക. എന്നാൽ ലീലാതിലകകാരൻ്റെ അഭിപ്രായപ്രകാരം ഒരു സംസ്കൃത പദം സംസ്കൃത പ്രത്യയങ്ങളോടുകൂടി പ്രയോഗിച്ചാലേ അതിനെ സംസ്കൃതമായി പരിഗണിക്കാവൂ. രാമസ്യ നയനം എന്നായാൽ സംസ്കൃതം, രാമൻ്റെ നയനം എന്നായാൽ മലയാളം എന്നാണ് ലീലാതിലകകാരൻ്റെ യുക്തി. സംസ്കൃത പദങ്ങളോട് മലയാള പ്രത്യയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അവ ഭാഷീകൃത സംസ്കൃത പദങ്ങളായി. അപൂർവം കാവ്യ സന്ദർഭങ്ങളിൽ മലയാള പദങ്ങളോട് സംസ്കൃത പ്രത്യയങ്ങൾ ചേർത്ത് അവയെ സംസ്കൃതമാക്കാം എന്നും ആചാര്യൻ പറയുന്നുണ്ട്. സംസ്കൃത പ്രത്യയ സഹിതമായ സംസ്കൃത പദമായാലും ഭാഷാപ്രത്യയ സഹിതമായ സംസ്കൃത പദമായാലും ഇതൊരു കൃത്രിമ രീതിയാണ്. ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നല്ലാതെ ഞാൻ ടിക്കറ്റ് ബുക്ക്ഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യം ഓർത്തു നോക്കൂ. എന്നാൽ ഈ കൃത്രിമ രീതിക്ക് മലയാള കാവ്യമണ്ഡലത്തിൽ സ്വാഭാവിക പ്രതീതി കൈവരുന്നതാണ് നാം സാഹിത്യ ചരിത്രത്തിൽ കാണുന്നത്. പ്രാചീന മണിപ്രവാള കൃതികളിൽ നിന്ന് മധ്യകാല മണിപ്രവാള കൃതികളായ ചമ്പുക്കളിലും ആട്ടക്കഥകളിലുമൊക്കെ എത്തുമ്പോൾ സംസ്കൃത പദ ബഹുലമാവുകയായിരുന്നു കാവ്യഭാഷ. മണിപ്രവാളത്തിന് സമാന്തരമായി സഞ്ചരിച്ച പാട്ടുപ്രസ്ഥാനവും കണ്ണശന്മാരുടെ കാലത്തെത്തുമ്പോൾ മണിപ്രവാള പ്രസ്ഥാനത്തിനൊപ്പമല്ലെങ്കിലും പ്രത്യയസഹിതമായ സംസ്കൃത പദങ്ങൾ സ്വീകരിക്കാൻ മടിച്ചില്ല. മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തച്ഛൻ്റെ കൃതികളിലും പ്രത്യയസഹിതമായ സംസ്കൃത പദങ്ങൾക്ക് ക്ഷാമമില്ല. ആധ്യാത്മിക തത്വങ്ങളും മറ്റും വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ വഹ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ധുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം എന്നൊക്കെ പ്രയോഗിക്കാൻ എഴുത്തച്ഛന് മടിയില്ല. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ കവികളുടെ ഭാഷയിലും മണിപ്രവാള സ്വാധീനം കാണാവുന്നതേയുള്ളൂ. പ്രത്യയസഹിതമായ സംസ്കൃത പദങ്ങൾ നന്നേ കുറഞ്ഞെങ്കിലും സംസ്കൃതത്തിലെ ദീർഘസമസ്ത പദങ്ങളും പ്രയോഗങ്ങളും ആധുനിക മലയാള കവിത പോലും തീർത്തും കൈവെടിഞ്ഞില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ താതവാക്യത്തിലെ അവസാന ശ്ലോകം നോക്കൂ. പിന്നെ പ്രേതാവതാരം ഘനരവസഹിതം ഗർജനം ചെയ്തരങ്ങിൻ പിന്നിൽ പഞ്ചേന്ദ്രിയങ്ങൾ കണിയറ പണിയും കാലഗേഹേ മറഞ്ഞു വന്നു മാർത്താണ്ഡയാമം തിരയുടെ മുകളിൽ പൊങ്ങി പൊന്നിൻ കിരീടം മുന്നിൽ ബ്രഹ്മാണ്ഡരംഗേ ജനിതക നടനം ജീവചൈതന്യപൂർണം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.